നമുക്ക് എന്നാ ഫസ്റ്റത്തെ ടീമില് ഒരു ക്യാപ്റ്റനെ അങ്ങ് ചൂസ് ചെയ്താലോ? അത് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ ടീമിനെ വിളിക്കാം. നിങ്ങൾ ഇങ്ങോട്ട് വായോ. എനിക്ക് ഷിജിലാവാനാണ് താല്പര്യം. എനിക്ക് അവന്റെ മൈൻഡ് ഗെയിം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. എനിക്ക് അറിയാവുന്ന ആളെ മാത്രമേ ഉള്ളൂ അറിയണ്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല ആളെ ഗെയിം അടിപൊളിയായിരുന്നു. പേരെന്തായിരുന്നു? ആളുടെ പേര് താഷി. എനിക്കും റാഷി എന്ന ഷാറൂഖ് ഖാനെ മാത്രമേ ഇതിൽ അറിയുള്ളൂ. ഗെയിം കളിച്ചിട്ട് നന്നായി കളിച്ചു. ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ കാരണം അവനെ വോട്ട് ചെയ്യുന്നു. ഞാനും അവനെ തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. കാരണം ഈ സംഭവം നേടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. ഞാനും താഷിനെ തന്നെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നപ്പോൾ അവൻ മറ്റുള്ളവർക്ക് ബിഹേവ് ചെയ്യുന്ന എങ്ങനെയാ ഞാൻ നോക്കി. എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് താഷി. ഞാനും ഒരു സെയിം കണ്ടന്ററിനെ ചൂസ് ചെയ്യത്തുള്ളൂ. ഷിജിനെ ഞാൻ ചൂസ് ചെയ്യത്തുള്ളൂ. ഐ തിങ്ക് ഒരു ടീം ഹാൻഡിൽ ചെയ്യാൻ ഒരു നല്ല മനസ്സുള്ള ആളാണെങ്കിൽ നമ്മളൊക്കെ ഈഗോ വിട്ടിട്ട് കളിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ബിബിൻ. എനിക്കും താഷിയാണ്. ബിക്കോസ് താഷി ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞങ്ങളെല്ലാവരെയും പഠിച്ചു എന്നാണ് പറഞ്ഞത്. അത് കാരണമാണ് കഴിഞ്ഞ കളിക്ക് ഒരാൾക്ക് പേര് ഇട്ടു, ഫേക്കാണെന്ന് പറഞ്ഞു. അയാളെ നന്നായിട്ട് പഠിക്കാനുള്ള ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് താഷി. എൻ്റെ വോട്ട് ഷിജിനാണ്. ഗെയിം കണ്ടുകൊണ്ട് മാത്രമല്ല, കാരണം ആ ഗെയിം ഒരു ഈസി ആയിട്ടുള്ള ഗെയിം ആയിരുന്നില്ല. ആ ശ്രദ്ധയോട് കൂടിയുള്ള ആ ഒരു സ്ട്രാറ്റജി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും പേരടങ്ങുന്ന ഒരു ടീമിനെ ഏത് കാര്യം ശ്രദ്ധയോട് കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. സോ എൻ്റെ വോട്ട് ഷിജിനാണ്. ഇതില് ഹയസ്റ്റ് വോട്ട്സ് കിട്ടിയിരിക്കുന്നത് താഷിയാണ്. അപ്പൊ താഷിക്ക് ഇവിടെ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സീറ്റിൽ പോയിരിക്കാം. താഷി അങ്ങനെ ക്യാപ്റ്റൻ ആയിരിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. എന്ത് തോന്നുന്നു? ഫസ്റ്റ് ക്യാപ്റ്റൻ ആണ്. എന്ത് തോന്നുന്നു? ഫീലിംഗ് സോ മച്ച് പ്രൗഡ്. അല്ല, മലയാളത്തിൽ പറയണമല്ലോ. ഭയങ്കര അഭിമാനം ഉള്ള ഒരു നിമിഷമായിട്ട് ഞാൻ അഭിമാന നിമിഷത്തിലാണ്. അഭിമാന പുരസ്കരമായ നിമിഷമായിട്ട് ഞാൻ എന്തായാലും കോമ്പറ്റീഷൻ ടൈറ്റ് ആയിരുന്നു. 4-5 അല്ലേ? ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന് കേപ്പബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കിനി അടുത്ത ടീമും ആ ടീമിലെ ഒരു ക്യാപ്റ്റനെയും കണ്ടുപിടിക്കാം. നിങ്ങൾ വായോ. ഞാൻ ചൂസ് ചെയ്യുന്നത് പ്രണവിനെയാണ്. ഞാൻ പ്രണവുമായിട്ട് പെട്ടെന്ന് കണക്ട് ആയി. ജസ്റ്റ് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പുള്ളിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്. ടാസ്ക് ഒക്കെ ആണെങ്കിലും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഐ തിങ്ക് പ്രണവ് നല്ലൊരു ക്യാപ്റ്റൻ ആവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇന്നലെ ഞാൻ പ്രണവിന്റെ ടാസ്ക് കണ്ടതിൽ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് തോന്നിയതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് പ്രണവിനെയാണ്. ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന വിശാഖിനെയാണ്. ഇതിൽ അതിന് ടാസ്ക് കണ്ടിട്ടുള്ള വിശാഖിൻ്റെ തന്നെയാണ്. ഞങ്ങൾ ഒരു ഇതിലായിരുന്നു. മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ ഐ എം വോട്ടിങ്. ഞാൻ വോട്ട് ചെയ്യുന്നത് വിശാഖിനെ തന്നെയാണ്. ബിക്കോസ് എന്താ പറയുക, ഈ കഴിഞ്ഞ ടാസ്ക് തന്നെ ആളാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബസർ അടിക്കുന്നതിന് മുമ്പ് അവർ അഡാപ്റ്റബിലിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനെ നയിക്കാൻ കുറച്ചും കൂടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് ആൾക്കാണെന്ന് തോന്നുന്നു. ഓക്കെ. ഹായ്, ഞാൻ സാബിറിനെ പറയുന്നത്. ആക്ച്വലി ഞങ്ങൾ 2 days ആയിട്ടാണ് സാബിറിനെ പരിചയപ്പെട്ടുള്ളൂ. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരു എല്ലാവരോടും ഒരേപോലെ ഈക്വലൈസ് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊരു ആവശ്യകതയാണ്. അപ്പോൾ സാബിറിയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രണവിനെയാണ്. എല്ലാവരും കൺസിഡർ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നി. അപ്പം അങ്ങനെ ഒരാൾ ജഡ്ജായി വന്നാൽ, അല്ല സോറി, ക്യാപ്റ്റനായി വന്നാൽ നല്ലതായിരിക്കും തോന്നി. ജഡ്ജായി വരണോ? ഉടനെ പ്രൊമോഷൻ ജഡ്ജായിട്ട്. യു ആർ നോട്ട് കംഫർട്ടബിൾ ഇറ്റ് സീംസ്. ഞാൻ പറയുന്നത് അനഘയാണ്. കാരണം എന്നോടൊപ്പം സെയിം ടാസ്ക് ചെയ്ത ഒരാളാണ് അനഘ. ഈക്വലി വിന്നായ ഒരാൾ തന്നെ എന്നുള്ള നിലയിൽ അതൊരു ക്യാപ്റ്റൻസിയിലോട്ട് വരുമ്പോൾ അത്രയും ഊർജ്ജം അനഘയ്ക്ക് ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അനഘനാണ്. ഞാൻ പറയണത് പാർവതീനെയാണ്. വളരെയധികം കോൺസെൻട്രേഷനും ഉണ്ട്. കൂടാതെ എപ്പോഴൊക്കെ കോമണേഴ്സിന് വരാൻ പറ്റുമോ അപ്പോഴൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പുള്ളിക്കാരി പറഞ്ഞു. സോ എങ്ങനെയെങ്കിലും വിൻ ചെയ്യണം എന്ന് പറയുന്ന ഒരാളെയാണ് എനിക്ക് ക്യാപ്റ്റനായിട്ട് വേണ്ടത്. ഓക്കെ, ഞാൻ ചൂസ് ചെയ്യുന്നത് പാർവതി തന്നെയാണ്. ഞങ്ങൾ വൈറ്റ് ഗോൾഡിൽ നിന്നാണ് ഒരുമിച്ച് എൻട്രി ആയി തന്നെ. സോ ഷീ ഈസ് ദ ബെസ്റ്റ് ഗെയിമറാണ്. അതുപോലെ തന്നെ നല്ല കോമ്പറ്റീറ്ററാണ്. ഞാൻ പറയുന്ന പ്രണവിനെയാണ്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ഇപ്പം നമ്മുടെ ഹോട്ട് ഹെഡ് ആകുമ്പോഴും ഭയങ്കര പോസിറ്റിവിറ്റി ആക്കിയിട്ട് നമുക്ക് വരുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോ ഇതില് നോ ഡൗട്ട് ദ വിന്നർ ഈസ് പ്രണവ്. ക്യാപ്റ്റൻ പ്രണവ്, കൺഗ്രാറ്റ്സ്. അടിപൊളിയാ, അടിച്ചു പൊളിക്കണം. പ്രണവ് എല്ലാരെയും ചിരിപ്പിച്ച് നേടിയെടുത്ത ക്യാപ്റ്റൻസി ആണെന്ന് തോന്നുന്നുണ്ടോ? ആൾക്കാരുടെ ചിരിയിൽ വീഴരുത്. ഇന്നലെ പൂജയ്ക്ക് പറ്റിയ അവസ്ഥ അറിയാലോ. നിങ്ങളെ കാണുമ്പം ചിരിക്കുന്നതും നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും ബിഗ് ബോസിലെ ഏറ്റവും വലിയ ചതിയാണെന്ന് മനസ്സിലാക്കുക.